സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു അടിപൊളി വെജ് കുറുമയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു കറുവാപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം. അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് 3 പച്ചമുളക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വാടി വരണം. അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. സവോള നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിനോടുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. എല്ലാ പൊടികളും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റ് അതിലേക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയോ സാധാ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി 1/2 തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയാൽ മതി. അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പിടി കോളിഫ്ലവർ, 1/2 കഷ്ണം കാപ്സിക്കം, 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു 10 ബീൻസ്, ഒരു പിടി ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 3 വിസിലടിച്ചതാണ്. എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെന്തവും തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി ഉടഞ്ഞും പോയിട്ടില്ല. നല്ലൊരു മയമായിട്ടുണ്ടല്ലേ കഷ്ണങ്ങളെല്ലാം. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ആ ഗരം മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നല്ല കട്ടിയുള്ള 1/4 പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കറുവാപ്പട്ടയുടെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ട്. ഇനി ഒന്ന് ചൂടായിക്കോട്ടെ അല്ലേ. അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കുറുകാൻ വേണ്ട, ലേശം ഒരു ചാറ് വേണമല്ലോ. അതുകൊണ്ട് ഒത്തിരി കുറുകാൻ നിൽക്കണ്ട. അതിലേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിച്ചാൽ ആ ടേസ്റ്റ് മാറിപ്പോകും. അത് ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിക്കേണ്ട.
നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിയും മീനൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം തോന്നുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ഉണ്ടാക്കാം. നമ്മൾ കുക്കറിൽ വെച്ചായതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. Bye. Bye.